ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെ എല്ലാവരും വർത്താനം. ഒന്ന് മൂന്നാം പെരുന്നാളായല്ലേ. ഇപ്പൊ പെരുന്നാൾക്ക് ഉസാറായി കഴിഞ്ഞില്ലേ. ഇന്ന് നമ്മളോട് മൂന്നാം പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കുന്ന വെച്ചാൽ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി അതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നല്ലത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വരും, ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് തലശ്ശേരി ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാം. വിസ്മിൻ ചൊല്ലിയാണ് തുടങ്ങട്ടോ. ചിക്കൻ ഒരു 1.5 കിലോ ഉണ്ട്. അന്നമാതിരി അരിയുണ്ട്. പിന്നെ തക്കാളിയും ഒരു 3-4 കേട്ടോ തക്കാളി. പിന്നെ പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഓരോ പൊടി, അങ്ങനെ ഓരോ പൊടി കേട്ടോ. പിന്നെ നെയ്യുണ്ട്, നമ്മളെ ബിരിയാണി വരുന്നുണ്ട്. പിന്നെ ഇതാക്കണം പുതിനയൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഇതാ ഉണ്ടല്ലേ, നമ്മൾ ഒരു 3 കഷ്ണം പട്ടുണ്ട്, 2 ബേ ലീഫ്, ഒരു 4-5 ഏലക്കായി, അതേമാതിരി ഗ്രാമ്പു, ഒരു 8 ഉണ്ട് കേട്ടോ വെല്ലുള്ളി. അത് പകുതി നമ്മൾ മസാലക്ക് വേണ്ടി വാട്ടും. പിന്നെ കുറച്ചെടുത്താണ്ട് ഒരു പകുതി എടുത്താണ്ട് നമ്മൾ ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്താണ്ട് നമ്മൾ ദമ്മിടുമ്പോഴും ഇടും. പിന്നെ മസാല വാട്ടുമല്ലോ, അപ്പോൾ അയിക്കൂടും. ഇങ്ങനെ വാട്ടിങ്ങാണ്ട് കുറച്ച് മുറുമുറുവനാവും, ക്രിസ്പി ആവും. അത് പൊടിച്ചിങ്ങാണ്ട് ആ മസാലയ്ക്ക് കൂട്ടിയാണ്ട് ഇളക്കുക. അതാണ് ഈ തലശ്ശേരി ദം ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നത്. അപ്പം നമുക്ക് എന്നാൽ തുടങ്ങാം കേട്ടോ. അടുപ്പത്തിക്കട്ടെ കേട്ടോ. ഇനി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താട്ടാ, ആ മസാല തേച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പൊരിച്ചാതെ ഉണ്ടാക്കും, പക്ഷേങ്കിൽ ഞാൻ പൊരിച്ചിട്ടേ ഉണ്ടാക്കലുള്ളൂ. അത് മറ്റേ നമ്മളെ ബിരിയാണി ആണെങ്കിലും ഇനിയിപ്പോൾ ഈ ബിരിയാണി ആണെങ്കിലും പൊരിച്ചിട്ടേ ഞാൻ ഉണ്ടാക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളൂ. ഇവിടെ എന്തൊക്കെ നിങ്ങളൊക്കെ പെരുന്നാൾ വിശേഷങ്ങൾ എന്തായി? ഇന്നിപ്പോൾ 3-ാമത്തെ പെരുന്നാളായില്ലേ. നമ്മൾ 3-ാമത്തെ പെരുന്നാൾ ഉണ്ടാക്കും. ഇതൊക്കെ രസമല്ലേ, കൊല്ലത്തില് വരുന്നതല്ലേ. നമുക്കേ ഞാൻ പറയില്ലേ, ഉള്ളി കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാണ്ടെന്ന്, അത് ഫ്രൈ ചെയ്തെടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അതേ എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി. വളരെ പകുതി ഉള്ളിട്ടാണ്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാണ്ട് കിട്ടിയിട്ട് നമുക്ക് ഉണ്ടാവും ഇങ്ങനെ ആയി കിട്ടണ്ട. നമുക്ക് അടുത്തും കൂടി ഇടാം. അപ്പൊ എന്തൊക്കെയാ, എല്ലാവർക്കും ഒളിയത്തർച്ച കിട്ടിയില്ലേ? ഒക്കെ എല്ലാവരും പെരയിലൊന്ന് ബീഫേക്കാരല്ലേ, അല്ലെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ വെറും ചോറും മോരും, അല്ലെങ്കിൽ വെറ്റല്, അങ്ങനെ കേൾക്കാറല്ലേ. അപ്പം നമ്മളോട് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്, ചിക്കനാണ്, ബീഫ് എടുത്തിട്ടില്ല. ഞാനേ ചോറ് ഇങ്ങനെ ഉണ്ടാക്കി നിന്നപ്പോൾ മറ്റോള് മാങ്ങ കൊടുന്ന് നിൽക്കുക. എന്താ അപ്പോൾ 2ാമത്തെ ബാച്ചും ആയിട്ടെടുക്കാൻ ഒരു മാങ്ങ കൊടുത്ത് തൊള്ളി കിട്ടാൻ നിൽക്കണ്. വർത്താനന്മാരുടെ ഇടയില് വേണ്ടെങ്കിൽ തിന്നോളിട്ടോ. 2ാമത്തെ കൊടുക്കാനായിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇട്ടിച്ചിട്ട് അതിൽ ആ ചിക്കനും കൂടിയാണ് പൊരിച്ചെടുക്കാം. ഇപ്പൊ 2ാമത്തെ കൊടുത്തിട്ടോ. ഇനി നമുക്ക് ഞാൻ ചിക്കനും കൂടി ഇട്ടെടുക്കട്ടോ. ഒന്നിട്ടാവട്ടെ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ വെക്കല് ബിരിയാണി? പല നാട്ടിൽ കൂടി പല വീട്ടിലാണല്ലേ. ഈ തലശ്ശേരി ദം ബിരിയാണി അറിയുന്നുണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ അരിയൊക്കെ വറുത്തുകൊണ്ടാണല്ലേ ഉണ്ടാക്കുക. ഒന്നങ്ങൾ ചൂടാക്കി എടുക്കുമല്ലോ അരി.
അപ്പോൾ അത് അടുപ്പത്ത് ചെമ്പട്ടി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ചട്ടി ചൂടായി വന്നു. നമുക്ക് ഇനി ഈ കോഴി പൊരിച്ചെണ്ണ ഉണ്ടല്ലോ അത് തന്നെ പാരട്ടോ. വേണ്ടത്ര എണ്ണ വാർന്നിട്ട് പിന്നെ ലേസ് വെളിച്ചെണ്ണയും പാര. ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കണമെങ്കിലേ ഓയിലും പാരും ലേസ് വെളിച്ചെണ്ണയും പാരും നെയ്യും പാരും. ഇത് മൂന്നുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഇട്ട് തുടങ്ങിയാലോ. ഇനി ഇത് വാട്ടി നോണം വാടിയിട്ട് കുറച്ച് വാടിയിട്ട് നമുക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടല്ലോ ഇട്ട് കേട്ടോ. ഇതൊക്കെ തിന്നണോ അണ്ടിപ്പരിപ്പും മുന്തിരി. ഇതിന്റെ കാര്യം പറ്റ മറന്നിട്ടാണ്. ഉള്ളിയും വറുത്തു, ചിക്കനും പൊരിച്ചെടുത്തു. ഇത് പൊരിച്ചെടുക്കണ്ടേ അത് മറന്നു. ഇനി ലാസ്റ്റ് ദമ്മിടാനാകുമല്ലോ അപ്പോൾ പൊരിച്ചെടുക്കും കേട്ടോ. ഇത് കണ്ട അങ്ങനെ തിന്നുകൊണ്ടിരിക്കും. കുട്ടികളെ കാണാതെ പാത്തിച്ചതാ ഞാനത് തിന്നത്. എന്താ നമുക്ക് ഇതൊക്കെ ഇടത്തേക്ക് ഇഞ്ചി ഒക്കെ ഒപ്പിട്ട് കേട്ടോ. എന്നിട്ട് വാടി ഞാൻ ഉപ്പിടട്ടെ. നമുക്ക് വേഗം വാടി കിട്ടുന്നാല് എല്ലാവരും പറയണൊക്കെ ഞാനും അങ്ങനെ പറയും. എന്താണ് മൈലാഞ്ചി ഇടുക കളിയാ, മൈലാഞ്ചി ഇടുക കളി അതന്നെ പണിയില്ലേ. ഇപ്പൊ ഇത് നല്ലോണം വാടിക്കണം. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി ഇട്ടുകാണ്ട് അതിലിട്ടാണല്ലോ വാട്ടട്ടോ. ഞാൻ ഈ തക്കാളിയും കൂടിയാണ് ഇടാം. ഇനി ഇങ്ങനെ കുറച്ച് നേരമായിട്ട് വാട്ടിയിട്ട് ഈ പെരുന്നാൾ ഏതായാലും ഉത്സാറായില്ലേ എല്ലാവർക്കും. പഠിച്ചാൽ നമ്മളെല്ലാവരും വളർത്തുന്നുണ്ട്. മഴയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നമ്മളെ നാട്ടിൽ. ഇവിടെ മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. നിങ്ങളായിക്കൂടൊക്കെ ഇങ്ങനെയൊക്കെ അറിയില്ല. ഇവിടെയൊക്കെ പെരുന്നാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടവർക്കൊക്കെ ഉത്സാറങ്ങാണ്ട് പോകും ഇവരൊക്കെ ചെയ്യല്. മഴ ഉണ്ടായിട്ടില്ല. നല്ല മട്ടത്തില് കഴിച്ച് പെരുന്നാള്. വലിയപെരുന്നാള് ഏണ്ടല്ലേ പെരുന്നാളല്ലേ അല്ലേ. ഒന്നുണ്ടാക്കിയവരുണ്ട്, രണ്ടുണ്ടാക്കിയവരുണ്ട്, 7 വരെ ഉണ്ടാക്കിയവരുണ്ട്. നമ്മളൊന്ന് ഉണ്ടാക്കി ഒരു മൂന്നാമത്തതാണ് കേട്ടോ. 3-ാം പെരുന്നാളാണ് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2-ാം പെരുന്നാളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്നും പെരുന്നാൾ തന്നെയല്ലേ. എന്നും എല്ലാവരും കൂടി ഇറച്ചിയല്ലേ. കാലപ്പൊടികളുണ്ട് കേട്ടോ. എന്തൊക്കെ വെച്ചാല് കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തില്ലേ മഞ്ഞപ്പൊടി. പിന്നെ ഞാനൊരു ലേശം ചിക്കൻ പൊടി ഇടലുണ്ട്. ചിക്കൻ മസാല ഉണ്ടല്ലോ അതിൽ കുറച്ച് ഇടലുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെ അറിയില്ല കേട്ടോ. ഞാനൊരു കുറച്ചത് ഇട്ടിക്കണം. പിന്നെ നമ്മളെ ബിരിയാണി മരുന്നുണ്ടല്ലോ അതൊരു ലേസത്തിൽ കൂടെ കേട്ടോ. മസാലയ്ക്ക് ഓവറാകാൻ പാടില്ല. കുട്ടും അത് അളക്കാം. ഓവറുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്തിൽ നിന്ന് വേഗം ഒരു മാറ്റിക്കൂടിട്ടോ. പിന്നെ അടിയിൽ കുടിച്ചു. അടി കുടിച്ചാൽ പിന്നെ നമ്മൾ എത്ര നേരം കഷ്ടപ്പെട്ട് വെറുതെ ആവൂലേ. ഇതിൽ ലേസം കുരുമുളകിന്റെ പൊടി കൂടി കേട്ടോ. കുറച്ചും കൂടി നല്ലോ ശ്രദ്ധിച്ചോ കേട്ടോ. അടുപ്പത്ത് പണിയെടുക്കുമ്പോ കല്ലിക്കാലൊക്കെ നല്ലോണം ദോശപ്പൊടി. ഇതിന് ചോറാകും ഒക്കെ ആവും. നമുക്ക് ഈ ചിക്കനും കൂടിയൊക്കെ ഇടാം കേട്ടോ. ചിക്കനും ഇട്ടു. മല്ലിച്ചപ്പും പുതിനയും അതുകൊണ്ട് ഇടാം. മസാല ഏകദേശം റെഡി ആയിട്ട്. അപ്പോൾ ഇനി ഒന്നങ്ങോട്ട് മസാല ഏകദേശമായി. ഇനി കുറച്ച് തൈരും കൂടിയും പാരാണ്ട് അതും കൂടിയും പാർന്നാൽ നോക്കിയിട്ട് പാർന്നാൽ മതി കേട്ടോ. ഒരുപാട് പാരുന്നു വേണ്ട.
അപ്പം നമ്മളെ മസാല റെഡിയായി. ഈ മസാലയ്ക്ക് മെയിൻ എങ്ങാണ്ട് വേണ്ട തലശ്ശേരി ബിരിയാണിക്ക് വേണ്ട മെയിൻ സാധനമാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ലേ ആ ഫസ്റ്റ് തന്നെ ഉള്ളി വാട്ടിയാണ്ട് എടുത്തപ്പോൾ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഉള്ളി പൊടിച്ചണം എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതാട്ടോ ഇങ്ങനെ കുറച്ചെടുത്തങ്ങാണ്ട് ഇങ്ങനെ ചെറുതാക്കിങ്ങാണ്ട് ഇങ്ങനെ ഇങ്ങനെ പൊടിച്ചിട്ടിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഇത് നമുക്ക് ദമ്മിടുമ്പോഴല്ലതാട്ടോ. ഉപ്പ് ഇതൊക്കെ ഉണ്ട് പാകം ഉണ്ടാവും കേട്ടോ. നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇടുക. നമുക്ക് ഈ പൊടിച്ച സാധനം ഉണ്ടല്ലോ, എന്ത് ഉള്ളി, അതിനകത്ത് ഇട കേട്ടോ. പൊടിച്ച സാധനം ഉള്ളി ദമ്മിടാന് വാൻ്റെ പൊടുന്ന കിട്ടുക. നോക്കട്ടെ, ഇട്ടപ്പോ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. മസാല കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഇത് വീഡിയോ എടുത്തരാനേ കുട്ടികൾക്ക് മടി. അപ്പൊ മസാല ഈ ഒരു പരുവത്തിലേക്ക് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഇതാക്കട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ചോറും പരിപാടി നോക്കട്ടോ. അപ്പൊ നമ്മള് മസാല അവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടാ ചോറ് വെക്കാം. ചോറ് അരി ഒന്ന് ആദ്യം ഒന്ന് വറുക്കണം. വറുക്കാറിന് പറ്റ വറുക്കരുത്, ഒന്നങ്ങോട്ടാണ് ചൂടാക്കി എടുക്കണം. ഇങ്ങോട്ട് നെയ്ച്ചോറിൻ്റെ പോലെ വറ്റിച്ചിട്ട് വേണം നമ്മൾ ദമ്മിടാൻ. അതിലാണ് ടേസ്റ്റ് ഇരിക്കണം കേട്ടോ. കേട്ടോ അടുപ്പത്ത് ചട്ടി ചെറിയൊരു ചെമ്പട്ടി വെച്ചിരിക്കണം. ഇതിലേക്ക് നമുക്ക് അല്ലേ ലേശം വെളിച്ചെണ്ണ അരിയ, കുറച്ച് ഓയിലും പാര്യ. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞ്. എന്താ വിചാരിച്ചു കുഴപ്പമില്ല. പിന്നെ നെയ്യൂട കേട്ടോ. 2 സ്പൂണ് നെയ്യിട്ടിടും. ഇനി നമുക്ക് ഇതിലേക്ക് ആ പട്ടിയും ഗ്രാമ്പും ബേ ലീഫൊക്കെ ഉണ്ടല്ലോ അതിടും കേട്ടോ. ഇതെന്താ കേട്ടോ മക്കളെ, ഒരു കാര്യം അറിയോ? ഒക്കെ കഴിഞ്ഞാണ്ട് ചട്ടിക്ക് ഉള്ളി ഇടാൻ നോക്കുമ്പോൾ ഉള്ളി കാണാനില്ല. അപ്പം ആ ഉള്ളിൻ്റെ കഥ തന്നെ ഞാൻ മറന്നിക്കുക. അതിൽ വേഗം ഒരു ഉള്ളി എടുത്താണ്ട് അരിഞ്ഞിക്കണം. ഒരു ഉള്ളി കേട്ടോ, ഒരു വലിയൊരു ഉള്ളി കേട്ടോ. അതും കൂടി ഇടാൻ പറ്റും. വാടിയിട്ട് ഇതിൻ്റെ കളറ് മാറിയിട്ട് കേട്ടോ. കളറൊന്നും ഇട്ട് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറിനൊരു വെള്ള കളർ കിട്ടില്ല. അപ്പം നമുക്ക് നല്ല വൈറ്റ് വെള്ള കളർ വേണ്ടോ. അപ്പം അതിന് ആ ഉള്ളി ആ വെള്ള കളർ തന്നെ വേണം. നന്നാണ്ട് ലേശം വാടും വേണം. നമുക്ക് അരി ഇട്ടിട കേട്ടോ. അപ്പോൾ ഇത് കാട്ടണമെന്നോ, നമ്മൾ ആദ്യം അരി അളന്നിട്ട് അതിൻ്റെ അളവിന് വെള്ളം തിളപ്പിച്ചങ്ങാണ്ട് എടുത്ത് വെക്കണം. ഇപ്പോൾ തയ്ക്കണം. ഇനി നമുക്ക് അരി ഇടാം. അപ്പം അരി ഞാൻ കഴുകിയാണ്ട് വെള്ളം വാർത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് ഇടാം. ചായയുടെ കഴിഞ്ഞേക്കനെ നിന്നുകൊണ്ടോ നമുക്ക് നിന്നു. ചോറങ്ങോട്ട് വെച്ച് വെക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് നിൽക്കണ്ടല്ലേ. പിന്നെ ചോറൊക്കെ ഉണ്ട് നേരിടണ്ടല്ലോ. അത് ദമ്മിട്ടാൽ പിന്നെ നമുക്ക് ബാക്കി പണികൾ പിന്നെ എടുക്കാമല്ലോ. അവിടെ അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഇതാട്ടോ കേട്ടോ കണി. അരിപ്പം ഇങ്ങനെ ആയി. ഒക്കെ ചൂടായിങ്ങാണ്ട് ഇങ്ങനെ ആയിക്കണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എന്താണോ നമുക്ക് ചോറ് ഒന്നൊന്നും മൊട്ടൂല കേട്ടോ. എന്നാ വെന്തുങ്ങാണ്ട് ഒടയുമല്ലോ, അതും ഉണ്ടാവില്ല. നല്ല മട്ടത്തിൽ നല്ല രസം ഉണ്ടാവും. നെയ്ച്ചോറ് വെച്ചാണ്ടല്ലേ നമ്മൾ ദമ്മിടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം പാരണം കിട്ടും. ഇതാ ഇതിൽ നിന്നൊരു പാത്രം അരിയാണ് ഞാൻ എടുത്തിയത്. അപ്പോൾ ഇതിനൊരു 2 പാത്രത്തിൻ്റെ അടുത്ത് നല്ല തിളച്ച വെള്ളം കേട്ടോ ഇതിലേക്ക് പാരുക. ഇത് നമുക്ക് ഉപ്പ് ഇട്ടെടുത്താണ്ട് പിന്നെ അടച്ച് വെച്ചാണ്ട് ചോറ് വേഗട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് ദമ്മിടാം കേട്ടോ. അപ്പോൾ നമുക്കിതേ ദമ്മിടാനായിട്ടോ. ദമ്മിടാം നമുക്ക് കേട്ടോ. ഒക്കെ റെഡി സാറയിക്കണം. ഇനി നമുക്ക് ദമ്മിട്ടാൽ മതി. നട്ടിട്ടാൽ
ഇതാ വായൻ്റെ റെഡി ആക്കി കേട്ടോ. ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്തിൽ കൂടെ കയറ്റാം. വായൻ്റെ ഇങ്ങനെ വെച്ചാണ്ട് ദമ്മിട്ടാലേ മസാല വേറി ചോറ് വേറി ഇങ്ങോട്ട് അങ്ങനെ കിട്ടും. അങ്ങനെ ഇട്ടു. ഇനി നമുക്ക് ചോറ് കുത്തിക്കൊടുക്കട്ടോ. ഇട്ടിട്ടേ വെച്ചിട്ടേ നമുക്ക് അതിനൊക്കെ ഓരോ ചെറിയ ചെറിയ ഓട്ട കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ മസാലൻ്റെ ഒന്നും മേലേക്ക് കയറൂല. നമുക്ക് ചോറ് ഇട്ട് കൊടുക്കട്ടോ. നല്ല ആവി വറക്കണ്ട് കേട്ടോ ചോറ്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട്. ഈ ചൂട് ഇനി ആ അണ്ടിപ്പരിപ്പ് അതൊക്കെ വേറെ പൊരിച്ചിട്ടതിന് ഉള്ളി പൊരിച്ചെടുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിച്ചപ്പും ബിരിയാണി മരുന്നും അത് ലേസിച്ചങ്ങനെ ഇടാം. അണ്ടിപ്പരിപ്പ് മുന്തിരി കേട്ടോ. ഇനി ലേസം ബിരിയാണി മരുന്നും പിന്നെ മല്ലിച്ചപ്പ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി കേട്ടോ. നമുക്ക് ഇവിടെ പിന്നെയായിട്ട് ദമ്മിനാണ് കയറ്റിയേക്കാം. നമുക്ക് ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ. ഇനി ലാസ്റ്റ് അതിൻ്റെ മേലെ ആ കോഴി പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അത് രസം ഒഴിച്ചിട്ടോ. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ദമ്മിടാം. കണല് വാരി ഇടട്ടെ. മേലെ കണല് വാരിയാണ്ട് മേലെ ഇട്ടാണ്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ. 15 അല്ല, നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് എടുത്തായിട്ട് ഒഴിവാക്കി. ചോറ് കഴിച്ചാൽ മറ്റേ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മേലെ കണലങ്ങോട്ട് ഒഴിവാക്കിയാണ്ട് അങ്ങനെ വെച്ചാൽ മതി. പിന്നെ ചോറ് നമ്മൾ പൊട്ടിച്ചാൽ മതി. ഇനി കുറച്ച് നേരം അങ്ങനെ ഇത് ചോറ് വേഗം കയറൂലേ. നമ്മൾ അരി അങ്ങനെ വറുത്തല്ലോ, ആ വറുത്ത് കണ്ടാണല്ലോ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചോറ് വേഗം കയറൂല. അതുകൊണ്ട് പിന്നെ പേടിച്ചല്ല. കുറച്ച് നേരം കടന്നാലും കുഴപ്പമില്ല. പിന്നെ അത് കടക്കട്ടെ. ഒന്നഞ്ഞ് ആ പരിപാടിയാണ് കഴിഞ്ഞു. ചോറ് ദമ്മിടലാണ് കഴിഞ്ഞു. നമുക്ക് ഞാൻ പൊട്ടിച്ചാട്ടത്ത് റാഹത്ത് കുത്തുന്ന തിന്നാൽ മതി. അതവിടെ കടക്കട്ടിട്ടോ കുറച്ച് നേരം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. അപ്പം മക്കളെ അങ്ങനെ നമ്മളെ ബിരിയാണി റെഡി ആയിക്കണം കേട്ടോ. ഉണ്ടാക്കുന്നത് ദമ്മ് പൊട്ടിച്ചാൻ പോവുകയാണ്. എല്ലാവരും പൈച്ചടങ്ങിറങ്ങിയാണ് നിൽക്കണം കേട്ടോ. അപ്പം നമുക്ക് എന്നാല് അത് തുറന്നാലോ. എന്താ കണ്ടുപോയി ചൂടൊക്കെ നമ്മളെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി. നമുക്കിത് ചോറിന് വേറെ പാത്രത്തേക്ക് മാറ്റട്ടോ. നമ്മളെ ബിരിയാണി റെഡി ആക്കണം കേട്ടോ. നമുക്ക് തിന്നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആളും പോട്ടോ. ചില്ലി, തൈര് ഇത് നോക്കിയാലോ. ഒരു പപ്പടം എന്താ പറയട്ടെ. മസാല കുറച്ചെടുത്തുകാണ്ട് പീസൊക്കെ ഇട്ടാണ്ട് ആട്ടികളെല്ലാവരും നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഉണ്ടാക്കി കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ സാധാരണ വെക്കണ പോലെ ഇതേപോലെ ഇന്ന് ഉണ്ടാക്കി വെക്കണ്ടേ. നല്ല രസമുണ്ട്. ഇന്ന് ഉണ്ടാക്കി തിന്ന് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുള്ളൂ അറിയാം. അപ്പം ഏതായാലും നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിച്ചും കമൻറ്റ് ചെയ്യട്ടോ. എന്നാൽ പുതിയ പുതിയ വീഡിയോയ്ക്ക് നമുക്ക് പിന്നെയും വരാം. ഒക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. എന്നാലും